അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക സമാധാനത്തിനു വേണ്ടി ലോക സമാധാനം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു, ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു എന്ന് സ്വയം പറയുകയും ലോകത്തിൻ്റെ മുഴുവൻ സമാധാനം ഇല്ലാതാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്യുന്ന രാഷ്ട്രത്തലവന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയും ലോക പോലീസ് ചമഞ്ഞുകൊണ്ട് ഇതര രാഷ്ട്രങ്ങളെ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലെ ചില പ്രത്യേക സ്ഥലങ്ങളെ ഉന്നം വെച്ചുകൊണ്ടുള്ള അമേരിക്ക പോലെയുള്ള, ഇസ്രായേൽ പോലെയുള്ള രാജ്യങ്ങളുടെ അജണ്ട വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അനുസ്യൂതം പടർന്നു പന്തലിക്കുകയാണ്. പാലസ്തീനിലെ ക്രൂരതകൾ, അവിടുത്തെ യുദ്ധക്കെടുതികൾ, അവിടെ ഉണ്ടാക്കി വെച്ച വിനാശം ഒക്കെ ലോക ജനതയെ ഒന്നടങ്കം അമ്പരപ്പിച്ച വളരെ മൃഗീയമായ പോരാട്ടങ്ങൾ നടത്തി. അതൊരു ക്രെഡിറ്റാണെന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്വന്തം നഷ്ടങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്, മറ്റുള്ളവർക്കുണ്ടാക്കി വെക്കുന്ന നഷ്ടങ്ങളെ വാനോളം പുകഴ്ത്തി അത് അഭിമാനമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്രായേൽ പോലെയുള്ള രാഷ്ട്രങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രത്തോളം നീതിയുക്തമാണെന്ന് നാം ചിന്തിക്കണം. ലോക പോലീസ് എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത്? പാലസ്തീൻ ജനതയെ ആക്രമിക്കുന്ന കാര്യത്തിലായിരുന്നാലും, ഇപ്പോൾ ഇറാനിൽ അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതിൻ്റെ പേരിൽ ഒരാക്രമണം ഇസ്രായേലുമായി കൂട്ടുപിടിച്ച് ഇസ്രായേൽ വഴി തുടങ്ങി വെക്കുകയും സംയുക്ത ആക്രമണം നടത്തിക്കൊണ്ട് വലിയ ദുരന്തം ആ രാജ്യത്തിനും ഇതര രാജ്യങ്ങൾക്കും ഉണ്ടാകത്തക്ക നിലയിലുള്ളൊരു സാഹചര്യം ഒരുക്കിയത് ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അപ്പോൾ ഒരു യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല. മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന യുദ്ധം ഒഴിവാകേണ്ടത് അനിവാര്യമാണ്. സമാധാന ചർച്ചകൾ ഉണ്ടാകണം. മാർപ്പാപ്പ അക്കാര്യത്തിൽ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ്. ചർച്ചയിലേക്ക് വരികയും ഇത് പരിഹരിച്ചു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകണം. എന്തു തന്നെയായിരുന്നാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന യുദ്ധങ്ങൾ സംഭവിക്കും, ഇന്ന രീതിയിൽ അവർ പറയും, ഇന്ന രീതിയിൽ ഇത് നടക്കും. ഇതൊക്കെ കൃത്യമായിട്ടും പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അത് സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ഭഗവത്ഗീത പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂല് ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കൺമുന്നിൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്തു തന്നെയായിരുന്നാലും ഇവിടെ നമ്മൾ അള്ളാഹുവിലേക്ക് ഭാരമർപ്പിക്കുകയും അള്ളാഹുവിലേക്ക് പ്രാർത്ഥന അർപ്പിക്കുകയും ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണമെന്ന് ആത്മാർത്ഥമായൊരു അഭ്യർത്ഥന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടു കൂടി പോകുന്ന ഒരു മാനവ ഐക്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂട്ടായി പരിശ്രമിക്കണം. ചേരിതിരിഞ്ഞുള്ള ആക്രമണങ്ങൾ ഒരാഗോള യുദ്ധത്തിലേക്ക് ഇത് വഴി തെളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എന്ന പ്രാർത്ഥന നമുക്ക് ഈ റമദാനിൽ അധികരിപ്പിക്കാം. ഇബാദത്തുകളിൽ നല്ല നിലയിൽ നമുക്ക് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട്, ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കട്ടെ. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളെ അള്ളാഹു സ്വീകരിക്കട്ടെ. യുദ്ധക്കെടുതികളിൽ നിന്നും ഇറാൻ ജനതയെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.